ഹായ് ഗൈസ്, എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ളൊരു ഫോണിനെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഫോണിനെ കുറിച്ച് ആരും അധികം അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ്. കാരണം അധികം പബ്ലിസിറ്റി ഒന്നും ആവാതാണ് ഈ ഒരു ഫോൺ ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത്. ഇത് പിന്നെ ഒരു മിഡിൽ റേഞ്ചിൽ വരുന്ന ഒരു ഫോണും കൂടാണ്. സാംസങ് ഗാലക്സി A31 എന്ന് പറയുന്ന ഈ ഒരു മോഡലിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇതിൻ്റെ മുന്നേ ഇറങ്ങിയിട്ടുള്ള A30s M30 ഇതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ വേരിയൻറ്റ് വരുന്നത് 4GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള പ്രിഷൻ ക്രഷിൽ വരുന്ന ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി A31ൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ മുകളിലായിട്ട് ഒരു ചെറിയ ബോക്സാണ് ഉള്ളത്. ഈ ബോക്സിൽ വരുന്നത് ഒരു സിലിക്കോൺ കവറും യൂസർ മാനുവലാണ്. അത് മാറ്റി വെക്കാം. പിന്നെ ഉള്ളത് നമ്മളെ ഫോണും നമുക്ക് മാറ്റി വെക്കാം. ഇനി എന്തൊക്കെ ആക്സസറീസ് ആണ് ബോക്സിൽ വരുന്നത് നോക്കാം. ബോക്സിൽ പിന്നെ വരുന്നത് ഒരു ഇയർഫോൺ വരുത്തിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് വരുന്ന ഒരു ഇയർഫോണാണ് വരുന്നത്. ഈ ഇയർഫോൺ തന്നെയാണ് സാംസങ് ഓൾമോസ്റ്റ് ഫോണിലും കൊടുക്കുന്നത്. പിന്നെ വരുന്നത് Type-C ചാർജിങ് കേബിളും പിന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററും പിന്നെ സിമ്മിൻ്റെ ട്രേ എജക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളുമാണ് ഈ ബോക്സിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് ഫോണൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പും തൊട്ടടുത്തൊരു ഫ്ലാഷുമാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു പ്രിഷൻ ക്രഷിൽ വരുന്ന ഒരു ഡയമണ്ട് കട്ട് പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു ഡിസൈനാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു പ്രൈമറി ലുക്കൊക്കെ കിട്ടുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് കാണുന്ന സമയത്ത് ഒരു ഗ്ലാസ് പോലെയൊക്കെയാണ് തോന്നിക്കുക. എന്നാൽ ഇത് വരുന്നത് ഒരു പ്ലാസ്റ്റിക് ബോഡി ആയിട്ടാണ്. സാംസങ്ങിൻ്റെ ഈ ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള A സീരീസിലൊക്കെ വരുന്ന എല്ലാ മോഡലിലും ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇനി ഫോണിൻ്റെ ഹാർഡ്വെയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മുകളിലായിട്ടൊരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും, ഇനി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. പുതിയൊരു ഡിസൈനാണ് ഈ ഒരു സിം ട്രേന് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. സിം ഇടാൻ വേണ്ടിയിട്ട് ഒരു ട്രേയും അതിന് തൊട്ടടുത്തായിട്ട് മെമ്മറി കാർഡ് ഇടാൻ വേണ്ടിയിട്ട് വേറൊരു ട്രേ ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 2 സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിം ട്രേ ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. ഇനി റൈറ്റ് സൈഡിലായിട്ടാണ് പവർ ബട്ടനും വോളിയം ബട്ടനും ഉള്ളത്. ഇനി താഴെ ഭാഗം നോക്കുകയാണെങ്കിൽ Type-C ചാർജിങ് പോർട്ടും തൊട്ടടുത്തൊരു മൈക്ക് പോർട്ടും പിന്നെ വരുന്നത് 3.5mm ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഹോളും പിന്നെ സ്റ്റീരിയോ സ്പീക്കറുമാണ് വരുന്നത്. ഇനി ഡിസ്പ്ലേയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ സൂപ്പർ AMOLED ഇൻഫിനിറ്റി U ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്കിതിൽ കാണാൻ സാധിക്കും. 2400x1080 പിക്സൽസ് ആണ് ഡിസ്പ്ലേ റെസൊല്യൂഷൻ വരുന്നത്. ഇനി 411 ppi ആണ് ഡിസ്പ്ലേ ഡെൻസിറ്റി വരുന്നത്. 20:9 ആണ് ആസ്പെക്ട് റേഷ്യോ. ഇനി ഇത് കൂടാതെ 84.9% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ വ്യൂ ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള മോഡലിലൊക്കെ ഇതൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ടോട്ടലി ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് താഴെ ഭാഗത്ത് കുറച്ച് ബസ്സിൽ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത് 60 Hz അതുപോലെ തന്നെ മാക്സിമം 90 Hz വരെയാണ്. പിന്നെ നമുക്ക് ഇതിൽ സാംസങ് എല്ലാ മോഡലും കിട്ടുന്ന അതേപോലെ തന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ സൈഡിലായിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഹോം സ്ക്രീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ Android 10.0 1UIൻ്റെ 2.1 ഇതിൽ വരുന്നത്. ഇനി ചിപ്സെറ്റ് ആണെങ്കിൽ MediaTekൻ്റെ Helio P65 എന്ന് പറയുന്ന ഒരു ഒക്ടോകോർ പ്രൊസസ്സറുമാണ്. GPU നോക്കുകയാണെങ്കിൽ ARM കമ്പനിയുടെ ഒരു Mali G76 എന്ന് പറയുന്ന ഒരു GPU ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഉള്ള ഗെയിംസൊക്കെ ഇതിൽ കളിക്കാനും സാധിക്കും. ഇത് പിന്നെ 3 വേരിയൻറ്റിലായിട്ടാണ് അവൈലബിൾ ആവുന്നത്. 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും അതുപോലെ തന്നെ 4GB റാം 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് നമ്മളെ കയ്യിലുള്ള ഈ മോഡൽ. പിന്നെ വരുന്നത് 6GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉള്ളതാണ്. ഇങ്ങനെ 3 വേരിയൻറ്റിലായിട്ടാണ് ഇത് വരുന്നത്. പിന്നെ LPDDR4X ആണ് ഇതിൻ്റെ റാം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 512GB വരെ മെമ്മറി കാർഡ് ഇട്ട് എക്സ്പെൻഡ് ചെയ്യാനും സാധിക്കും. ഇനി ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ക്യാമറ വരുന്നത് നമുക്ക് മാക്രോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 മെഗാ ഒരു f2.4 അപ്പാച്ചർ വാല്യൂള്ളൊരു ക്യാമറ ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ ക്യാമറ ആണ് മെയിൻ ക്യാമറ ആയിട്ട് വരുന്നത്. 48 മെഗാ ഒരു f2.0 അപ്പാച്ചർ വാല്യൂള്ള ഒരു പ്രൈമറി ക്യാമറ ആണ്. ഇനി മൂന്നാമതായിട്ട് വരുന്ന ക്യാമറ ആണ് 8 മെഗാ ഒരു f2.2 അപ്പാച്ചർ വാല്യൂള്ള ഒരു അൾട്രാ വൈഡ് ക്യാമറ. ഈ ഒരു ക്യാമറ ഉപയോഗിച്ചിട്ട് 123 ഡിഗ്രിയുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ലാസ്റ്റ് ക്യാമറ വരുന്നത് 5 മെഗാ ഒരു f2.4 അപ്പാച്ചർ വാല്യൂള്ള ഒരു ഡെപ്ത് ഒക്കെ സെൻസ് ചെയ്യാനുള്ള ഒരു ക്യാമറ ആണ് വരുന്നത്. ഇനി ക്യാമറ ഓൺ ആക്കിയാൽ അവിടെ ആയിട്ട് കാണാം ലൈവ് ഫോക്കസ്, വീഡിയോ, ഫോട്ടോ, പനോരമ, മാക്രോ, അതുപോലെ തന്നെ ഫുഡ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ചധികം ഓപ്ഷൻസ് നമുക്ക് ലൈവ് ഫോക്കസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നല്ല ബ്ലറൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് എത്ര ബ്ലർ വേണമെന്നുള്ളത് നമുക്ക് അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാം.
ഇനി ഇതിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ 1080p 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയാണ്. അതുപോലെ തന്നെ 720 നമുക്ക് 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി സ്ലോ മോഷൻ്റെ ഒരു ഓപ്ഷൻ തന്നെ ഇതിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലോ മോഷൻ വീഡിയോസ് ഒന്നും ഇതിൽ എടുക്കാൻ സാധിക്കില്ല. മുമ്പ് വന്നിട്ടുള്ള മോഡലിലൊക്കെ സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ 4K വീഡിയോ റെസൊല്യൂഷൻ്റെ ഒരു ഓപ്ഷനും വരുന്നില്ല. ഇതിലൊരു 4K ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇപ്പം വരുന്ന ഓൾമോസ്റ്റ് ഫോണിലും 4K ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് മാക്രോ മോഡലൊക്കെ ഇട്ടെടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇതിൽ എടുക്കുന്ന വീഡിയോസിനൊക്കെ ചെറിയ തോതിലുള്ള ഒരു ഷെയ്ക്കൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരാത്തത് കൊണ്ട് തന്നെ അത് ചെറിയൊരു ഷെയ്ക്ക് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി വീഡിയോയും ഫോട്ടോ എടുക്കുന്ന സമയത്ത് 8x വരെ നമുക്ക് സൂം ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാം. ഇനി നമ്മൾ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 20 മെഗാപിക്സലിൻ്റെ ഒരു f2.2 അപ്പേച്ചർ വാല്യൂ വരുന്ന ഒരു വൈഡ് ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി സെൽഫി ക്യാമറയിൽ ലൈവ് ഫോക്കസ് എന്ന ഓപ്ഷനിൽ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സെൽഫി ക്യാമറ എടുക്കുമ്പോൾ അവിടെ കാണാം ലൈവ് ഫോക്കസ്, വീഡിയോ, ഫോട്ടോ എന്നൊക്കെ. ഇതിൽ പിന്നെ ബ്യൂട്ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് എത്ര സ്കിന്നിന് എത്ര ലൈറ്റ് വേണം, എത്ര സ്മൂത്ത്നെസ് വേണം എന്നൊക്കെ നമുക്ക് ആ ബ്യൂട്ടിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഇതിന് എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ 1080 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ തന്നെയാണ് ഇതിൽ എടുക്കാൻ പറ്റുന്നത്. ഇനി ഇതിലെടുത്തിട്ടുള്ള കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അതുപോലെ തന്നെ ഇതിൽ നൈറ്റ് മോഡ് ഓപ്ഷൻ ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നൈറ്റിലൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്ര നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഇനി ഇതിൻ്റെ സെക്യൂരിറ്റി ലോക്കായിട്ട് കൊടുത്തിട്ടുള്ളത് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും പിന്നെ വരുന്നത് ഫേസ് ലോക്കുമാണ്. രണ്ടും തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് മുന്നേ വന്നിട്ടുള്ള മോഡലിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ കുറച്ച് ഡിലേ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഫോണിൽ രണ്ടും തന്നെ അത്യാവശ്യം നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്ററിയെ കുറിച്ചാണ് പറയാനുള്ളത്. സാംസങ്ങിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള A സീരീസ് മോഡലിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു കപ്പാസിറ്റി ബാറ്ററി കൊടുത്തിട്ടില്ല എന്ന് പറയാം. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് 1-2 ദിവസം നോർമൽ യൂസിൽ ഇതിൻ്റെ ബാറ്ററി കിട്ടുന്നതാണ്. ഇനി ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിൽ വരുന്നത്. പക്ഷേ ഈ ഒരു 15 വാട്ടിൻ്റെ ഒരു ചാർജർ വളരെ കുറഞ്ഞു പോയി എന്ന് തന്നെ പറയാം. ഒരു 27 വാട്ടെങ്കിലും കൊടുക്കാമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 27 വാട്ടിൻ്റെ ഒരു ചാർജറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡിലൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. 0 to 50% വരെ ചാർജ് ആവാൻ എടുക്കുന്ന ടൈം എന്ന് പറയുകയാണെങ്കിൽ 45 മിനിറ്റ് ആണ്. ഇനി ഇതിൽ വരുന്ന കുറച്ച് കണക്ടിവിറ്റി ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. പിന്നെ GPS വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, പിന്നെ OTG നമുക്ക് സപ്പോർട്ടാണ് ഇതിൽ പിന്നെ സാംസങ് ഗൂഗിൾ പേ വരുന്നുണ്ട്. അതേപോലെ തന്നെ സാംസങ് പേ എന്ന് പറഞ്ഞ ആപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഈ ഡോൾബി അറ്റ്മോസ് കിട്ടുന്നത് ഇയർഫോൺ കണക്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഈ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുള്ളൂ. ഇനി ഇത് അവൈലബിൾ ആവുന്ന കളറ് പ്രിസം ക്രഷിൽ വരുന്ന ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ബ്ലൂ, ഇങ്ങനെ 4 കളറിലാണ് ഇത് അവൈലബിൾ ആവുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനാണ് ഈ 4 കളറിലും കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും നല്ല അട്രാക്റ്റ് ആയിട്ട് തോന്നുന്ന ഒരു കളർ എന്ന് പറയുകയാണെങ്കിൽ ബ്ലൂ കളറാണ്. ഇതിൽ ഞാൻ 1-2 സിനിമ ഒക്കെ കണ്ടു നോക്കി. അപ്പം തന്നെ നമുക്ക് ബാറ്ററിൻ്റെ ബാക്കപ്പ് ഒക്കെ നല്ല അത്യാവശ്യം തന്നെ കിട്ടുന്നുണ്ട്. 1-2 ദിവസമൊക്കെ നോർമൽ യൂസിനൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. ഇത് പിന്നെ നമ്മളൊരു ദിവസമൊക്കെ യൂസ് ചെയ്ത സമയത്ത് ഇതിനൊരു ബാറ്ററിക്ക് ഒരു ഹീറ്റിൻ്റെ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. ഇനി ഡാറ്റ യൂസ് ചെയ്യുന്ന സമയത്ത് ഇനി ഒരു ഹീറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവുമെന്ന് പിന്നീട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറയുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 4GB റാമും 128GB ഇൻ്റർണൽ സ്റ്റോറേജിനും UIയിൽ വരുന്ന പ്രൈസ് 919 ദിറംസാണ്. ഇനി ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആവുന്ന പ്രൈസ് 4GB ആൻഡ് 64GBക്ക് 14,990 രൂപയാണ്. പിന്നെ മറ്റുള്ള വേരിയൻറ്റിൻ്റെ പ്രൈസൊന്നും നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടില്ല. കിട്ടുന്ന സമയത്ത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ ഒരു ഡിസൈൻ വൈസും അതുപോലെ തന്നെ ഒരു പെർഫോമൻസ് വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ നല്ലൊരു ഫോൺ തന്നെയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള സാംസങ് ഗാലക്സി A31 എന്ന് പറയുന്ന മോഡലിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.